നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, നീ തൽക്കാലത്തേക്ക് എറണാകുളം വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നീ ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഏത് വന്നാലും ഞാനില്ലേ നിന്റെ കൂടെ. ഒന്നും അല്ലെങ്കിൽ നിന്റെ അച്ഛനല്ലേ പറയണേ. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ ഇവിടുന്ന് ഒരിടത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ ചെല്ലുമെന്ന് കരുതി കൂട്ടുകൊണ്ട് പോകാനായിട്ട് വന്നാ രേവതിക്കുട്ടിയൊക്കെ. അവരോട് കാര്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ലേ. നീ ഒരു കാര്യം ചെയ്യുക, അവരോട് ചെന്ന് കാര്യം പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു. അലീന ഞങ്ങളുടെ സങ്കടത്തിൽ താഴേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം ഗ്രേസമ്മയും രേവതിക്കുട്ടി മാമച്ചന് താഴെ നിൽക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, അല്ല എന്ത് പറ്റി, എന്തിനാ സാർ വിളിച്ചതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ എന്നോട് പോവണ്ടാന്ന് പറഞ്ഞു. പോവണ്ടാന്ന് പറഞ്ഞെന്നോ, എന്താപ്പം ഇങ്ങനെ പറയാനായിട്ട് എന്ന് ഗ്രേസമ്മ ചോദിച്ചു. ഇത്ര സമയം വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങളുടെ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞല്ലോ. പിന്നെ നിന്നെ കൊണ്ടാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ അത്ര ദൂരെ നിന്ന് ഇവിടം വരെ വന്നത്. അത് ശരിയാ ആൻറ്റി, പക്ഷേ എന്നോട് പോരണ്ടെന്നാ പറയണേ. കാരണം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഈ കുടുംബത്തിലുണ്ടാവുന്ന. അവിടെ വന്ന് ചിലപ്പം എന്നെ ഭീഷണിപ്പെടുത്തും. അതുമാത്രമല്ല ചിലപ്പോൾ അവിടെ വന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു പറയാനും പറ്റില്ല. അതിനേക്കാളും നല്ലത് ഞാനിവിടെ ഉള്ളതാണെന്നാ നല്ലതെന്ന്. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അങ്ങോട്ടേക്ക് അങ്ങനെ വന്ന ഏതെങ്കിലും ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് അറിയും, അവൻ ശരിക്കും അറിയുമെന്ന് പറയണേ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കണേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ. അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ എങ്ങനെയാ പോരുന്നേ. ആകെപ്പാട അലീന വല്ലാത്ത വിഷമത്തിലായിരുന്നു. അപ്പോഴേക്കും വൈജയന്തി ഭവിതേ രോഹിത്തും ഒക്കെ അങ്ങോട്ട് വന്നു. വൈജയന്തി ചോദിച്ചു, അല്ല നീ എന്താ പോവാനായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്, നീ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അലീന പറഞ്ഞു, ഇല്ല പോകുന്നില്ല എന്നോ, എന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാൽക്കണിയിലേക്ക് വന്നു. അവളിപ്പോൾ അങ്ങനെ പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കും, അവൾ എൻ്റെ മകളാണ്, അറിയാലോ, എൻ്റെ അനുമതി ഇല്ലാതെ അവൾക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൾ എന്തിനു പോകണം, അവളുടെ വീടിപ്പോൾ ഇതാന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ അവളെ പറഞ്ഞു വിടാൻ ബാലേന്ദ്രൻ്റെ ഉദ്ദേശമില്ലല്ലേ? ഇല്ല, പറഞ്ഞു വിടാൻ ഉദ്ദേശമില്ല. നീ അങ്ങനെ പറയുമ്പോൾ എല്ലാം അവളെ പറഞ്ഞു വിടാനെന്താ, അതിനുവേണ്ടി ഇരിക്കുവാണോ ഞാൻ? ഒരക്ഷരം ഞാൻ പറഞ്ഞേക്കാം വൈജയ്, ഇത് കൈതയ്ക്കൽ മാളി വീടല്ല, ഇതേ കടപ്പാട്ട് നെടുമ്പരിക്കൽ വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീടാ. ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും സഹിച്ചില്ല വൈജയന്തിക്ക്. വൈജയന്തി ഒരു പോരു കോഴിയെ പോലെ ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുവാണ്. ആ സമയം ഗ്രേസം പറഞ്ഞു, ബാലേന്ദ്ര അലീന ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകത്തല്ലേ ഉള്ളൂ. അല്ല, വൈജയും ബാലേന്ദ്രനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് അവളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെയല്ലേ നല്ലത്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പോൾ അവൾ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവളിവിടെ നിൽക്കട്ടെ. അവൾ എൻ്റെ മകളാണ്, അവളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളപ്പം, ജീവനോടെ ഉള്ളപ്പം അവൾക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, നിങ്ങളുടെ ദത്തുപുത്രിയൊക്കെ ആയിരിക്കും ഇവള്, പക്ഷേ ഇവളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനക്കേടാ, എൻ്റെ സമാധാനം പോകത്തുള്ളൂ. ഓ, നിന്റെ സമാധാനം പോവോ? അങ്ങനെ എന്നാ ഒരു കാര്യം ചെയ്യ, നീ ആ സമാധാനക്കേടെല്ലാം കൂടെ കാടിവലത്തിൽ കളിക്കട്ടെ, ആ മീനിച്ചിലാറ്റിലേക്ക് കൊണ്ടേ ഒഴുക്ക്. അല്ലാതെ എന്നോട് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നിന്റെ സമാധാനക്കേട് നീ തന്നെ ഉണ്ടാക്കുന്ന വൈജയ്, അല്ലാതെ എൻ്റെ മകളെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം രേസമ്മ വൈജയന്തിയോട് പറഞ്ഞു, അതെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേന്ന് ചോദിച്ചു. വൈജ പറഞ്ഞു, പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്, ഇവളെയും കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോവുക. ഇവളെ ഞങ്ങൾ അടിച്ചിറക്കുന്നതിന് മുമ്പ് എൻ്റെ ആങ്ങളമാർക്ക് ഇങ്ങോട്ടേക്ക് വരും, വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൾക്ക് ഇവിടെ ഒരു പിടിച്ചെടുപ്പുണ്ടാകത്തില്ല, ഇവളെ അടിച്ചിറക്കുക തന്നെ ചെയ്യും. അങ്ങനെ വേണ്ടെങ്കിൽ ഇവളെ നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്, ഈ ശല്യം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മാത്രം മതി. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് അവൾ ശല്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്കെൻ്റെ മകളവള്, അവളെ ഒരിടത്തേക്കും കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഇവിടെ തന്നെ നിൽക്കും, ഈ ബാലേന്ദ്രൻ്റെ വീട്ടിൽ തന്നെ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. ഇതിനകത്തെല്ലാം പെട്ട അലീന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പോണോ നിൽക്കണോ ഒന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം അലീന നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഗ്രേസമ്മ വന്ന് അലീനയോട് പറഞ്ഞു, അതെ ബാലേന്ദ്രൻ പറഞ്ഞൊന്നും കണക്കാക്കണ്ട, നീ ഞങ്ങളോടെ പോരെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഞങ്ങളോടെ പോരെ, അല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് വൈജയുടെ ആംഗ്ലമാരൊക്കെ വരും,
അങ്ങനെ വരണ സമയത്ത് പ്രശ്നം കൂടുതൽ രൂക്ഷമാകത്തല്ലേ ഉള്ളൂ. നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും മോളെ? അതുകൊണ്ട് വരാൻ പറയണം. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അലീന പറഞ്ഞു, ഞാൻ വരുന്നില്ല ആൻറ്റി, നിങ്ങൾ പൊയ്ക്കോളാൻ പറയണം. അപ്പോഴേക്കും വൈജയുടെ മുഖമൊക്കെ ഒന്ന് മാറി. എനിക്കറിയായിരുന്നിട്ട് നീ പോകത്തില്ലാന്ന്. അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ കടിച്ചു പോയി കിടക്കോളെന്നറിയാം. നാണം ഉണ്ടോടി? നാണം ഉണ്ട് നീ ഇവിടെ നിൽക്കുമോ ഇങ്ങനെ? രേവതിക്കുട്ടി പറഞ്ഞു, അതെ എൻ്റെ ചേച്ചി ഞങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. ചേച്ചിനെ പറഞ്ഞപ്പോൾ തന്നെ അനുജത്തിക്ക് അങ്ങോട്ട് പൊള്ളിയില്ല. അങ്ങോട്ട് ഒരു ചേച്ചി അനിയത്തിയും വന്നിരിക്കുന്നു. ആ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ അലീനയല്ല, അറിയാലോ. എന്നോട് എന്തേലും പറഞ്ഞിട്ടുണ്ടെ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലല്ല കഴിയണതോ. അതുകൂടെ കേട്ടിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഇരട്ടി ദേഷ്യമായി. വൈജയന്തി രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോഴേക്കും ഗ്രേസം അലീനോട് പറഞ്ഞു, മോള് വരാൻ പറയണം. വേണ്ട ആൻറ്റി, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറയണം. ഭയങ്കര സങ്കടമായി രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? ചേച്ചി ബാ ഞങ്ങളോടൊപ്പം. ഞങ്ങളില്ലേ ചേച്ചിനെ കൊണ്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വന്നേ. അത് ശരി തന്നെയാ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ തനിച്ചായി പോവും. അത് ശരിയാവത്തില്ല. അത് മാത്രമല്ല പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന അച്ഛൻ പറയണേ. ഞാൻ കാണാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ഗ്രേസമ്മയോടും മാമച്ചനോടും പറഞ്ഞു. ഈ സമയം വൈജയന്തി കട്ട കലിപ്പോട് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം അലീന പറഞ്ഞു, ഒരു പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്നെ അവിടെ വന്ന് ചിലപ്പോൾ ഇവർ വിളിച്ചിറക്കി എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എല്ലാവർക്കും വിഷമമാവത്തില്ലേ? അത് മാത്രമല്ല അതൊക്കെ പിന്നീട് വലിയ പ്രശ്നത്തിലേ ചെന്ന് കലാശിക്കുള്ളൂ. അതിനേക്കാളും ഭേദം ഞാനിവിടെ ഉള്ളതാ. അല്ലെങ്കിൽ അവരൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ ഒന്നാമത്തെ കാര്യം അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന അച്ഛനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? എനിക്ക് പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ തന്നെ വേണം, നിങ്ങൾ പൊയ്ക്കൊള്ളാനൊക്കെ പറയണം. അങ്ങനെ രേവതിക്കുട്ടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. മാമച്ചൻ പറഞ്ഞു, അലീനയുടെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഗ്രേസം പറഞ്ഞു, ഇനി വരണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ടേക്ക് പോരെ. ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരുടെയും ഇപ്പം തന്നെ വൈജയന്തിയുടെ സ്വഭാവം ഞങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി. പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അലീന അപകടത്തിലേക്ക് ചെന്ന് ചാടി നേരെ ഓർമ്മ വേണമെന്ന് പറയണം. അലീന പറഞ്ഞു, അച്ഛനുള്ളത്തോളം കാലം എനിക്കൊരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ വിധി ഇതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ രേവതിക്കുട്ടി ഗ്രേസമയം മാമച്ചനൊക്കെ അങ്ങോട്ട് പോവാണ്. രേവതിക്കുട്ടിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അലീന അവരെ യാത്ര അയച്ചിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേനും വൈജയന്തി വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. എനിക്കറിയായിരുന്നില്ലേ, നാണം ഉണ്ടോടി? അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇന്ന് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ടേ എൻ്റെ വീട്ടുകാർ വരുന്നുണ്ട്. അവരിന്ന് വന്ന് കാണട്ടെ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെല്ലുവിളികളൊക്കെ നടത്തി അലീനയുടെ അടുത്ത്. അലീനയ്ക്ക് സങ്കടമായി. പക്ഷെ എന്നാലും അലീന കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നും പോയില്ല. അതേ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ്. അപ്പോൾ രാവണിമേനൻ്റെ മക്കളും എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രാജീവൻ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല, ആ പെണ്ണിനെ പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ വൈജയന്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈജയന്തി വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എറണാകുളത്ത് നാൾ വന്നെങ്കിലും അവളെ വിടാൻ ബാലേന്ദ്രനെ കൂട്ടാക്കിയില്ലെന്ന്. അതൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞു, അവൾ അവിടെ തന്നെയുണ്ട്. ബാലേന്ദ്രൻ നമ്മളെ വെല്ലുവിളിക്കുന്ന പോലെ നമ്മൾ രണ്ടിലൊരു തീരുമാനം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ, അറിയാലോ. കമല പറഞ്ഞു, അതെ, ബാലേന്ദ്രൻ ചിലപ്പോൾ അവളെ വിടാൻ കൂട്ടാക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിടിച്ചിറക്കി വരണം. അടിച്ചിറക്കേണ്ട സ്ഥാനത്ത് അടിച്ചിറക്കി വരണം തന്നെ ചെയ്യണം. നമ്മൾ ഇത്രയും പേര് ചെല്ലുമ്പോൾ ബാലേന്ദ്രനും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തോറ്റ് പിന്മാറി ഒരു കാരണവശാലും വരില്ലെന്നൊക്കെ പറയണം. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അവർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. ഒരു 3-4 വണ്ടി അങ്ങോട്ട് വന്നു. ആ സമയം അലീനെ അത് കണ്ടു. അലീന നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു. ചെന്നിട്ട് പറഞ്ഞു, അച്ഛ അവരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോ? പേടിയോ എന്തിന്? അച്ഛനല്ലേ എൻ്റെ കൂടെ ഉള്ളേ, അത് മതി. നീ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യുക, മുറിയിൽ തന്നെ ഇരുന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങി വരണ്ട. ഞാൻ പറയുമ്പോൾ അല്ലാതെ, ഞാൻ വിളിക്കുമ്പോൾ അല്ലാതെ നീ പുറത്തേക്ക് ഇറങ്ങല്. കഥവ് കുറ്റിയിട്ട് ഇരുന്നോളെന്ന് പറഞ്ഞു. കാരണം കൃഷ്ണമോൾ അവിടെ ഇല്ല. കൃഷ്ണമോൾ സ്കൂളിൽ പോയിക്കൊള്ളോ. പിന്നെ ഉള്ളത് ബബിത, രോഹിത്തും ഒക്കെയാണ്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ സൈഡാണ് താനും. ഒരുപക്ഷെ അലീന വന്നിട്ടുണ്ടെങ്കിൽ അലീനെ അവരെല്ലാവരും കൂടി പിടിച്ചിറക്കി വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒറ്റയ്ക്കുള്ളൂ. അത് മാത്രമല്ല, അവൾ എന്തെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ വല്ല തല്ലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തനിക്ക് തടയാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന് ബാലേന്ദ്രന് ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ ഇങ്ങനെ മുറിയിലിരിക്കുകയാണ്. അതേ സമയത്ത് അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി ഭയങ്കര സന്തോഷത്തോടുകൂടി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവരൊക്കെ കയറിയിരുന്നു. ഈ സമയം രാജുവും ചോദിച്ചു, അല്ല നായകൻ എന്തേന്ന് ചോദിക്കുക, മുറിയിലുണ്ട്. അപ്പോഴേക്കും കരയോഗം പ്രസിഡന്റ് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് അന്യായം കേട്ടോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അടിച്ചിറക്കി വിടേണ്ടവളെ അടിച്ചിറക്കി വിടുക തന്നെ ചെയ്യണം. അതിന് നീ എന്തിനാ വൈജി ഇത്ര താമസിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ, ബാലേന്ദ്രൻ്റെ സ്വഭാവം
ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്ന് പറയാണ്. കമല പറഞ്ഞു, എന്ത് പറയാനിട്ട്, ഞങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു കോളിംഗ് ബെല്ലെന്ന് പറഞ്ഞൊരു സംഭവം പിടിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ മുറിയിൽ. ഏത് പാതിരാത്രി സമയത്തും അവൾക്ക് മാത്രം മുറിയിലേക്കല്ല, ബാക്കി ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല, സ്വന്തം മക്കൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റില്ല. അത് ഇവിടുത്തെ ന്യായം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ എന്താണല്ലോ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ വരാൻ പറഞ്ഞേ. ശിവശങ്കരൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, അതിനെല്ലാം ഞങ്ങൾ വന്നേ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ബബിതയോട് പറഞ്ഞു, പോയി വിളിച്ചോണ്ട് പോവാ, ബാലേന്ദ്രനെ വിളിച്ചോണ്ട് വരാൻ പറയണം. അങ്ങനെ ബബിത പോയി ബാലേന്ദ്രനെ വിളിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, ക്രോസ് വിസ്താരം നടത്താനുള്ള ആൾക്കാരൊക്കെ എത്തിയോടെയെന്ന് ചോദിക്കുക. ബബിത പറഞ്ഞു, അച്ഛാ അത് പിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, നീയും രോഹിതൊക്കെ അവരുടെ ഭക്ഷത്തായിരിക്കൂലേ അലീനെ ഇവിടെ നിന്ന് പിടിച്ചിറക്കാൻ വിടാനായിട്ട്. ആയിക്കോട്ടെ, നടക്കട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ ബാലേന്ദ്രനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക. പക്ഷേ ബാലേന്ദ്രൻ അതും മൈൻഡ് ചെയ്തില്ല. ശിവശങ്കരൻ അങ്ങോട്ട് വന്ന് ബാലേന്ദ്രനെ വിളിച്ചു, എന്താ ബാലേന്ദ്ര, ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ? ആ പെണ്ണിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ? ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. നിന്നോട് ഞങ്ങൾ പറഞ്ഞു അവളെ പറഞ്ഞു വിടാനായിട്ട്, പക്ഷെ നീ അതിനെ കൂട്ടാക്കിയിട്ടുമില്ല. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. എന്താണെങ്കിലും വെറുതെ വിട്ടല്ല ഞങ്ങളുടെ പെങ്ങളെ, നിനക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട് തന്നാ. അപ്പം പിന്നെ അവൾക്കൊരാപത്ത് വന്നിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണം ചോദിക്കാനും പറയാനുമായിട്ട്. നിന്റെ ഉദ്ദേശം എന്തെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എന്തുദ്ദേശം? അതെ, ഇവിടെ ജോലിക്കാരിയെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ഉദ്ദേശമാണെന്ന് രാജീവ് പറഞ്ഞു. ജോലിക്കാരിയോ? ഇവിടെ ജോലിക്കാരിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു മകളുണ്ട്, ഞാൻ ദത്തെടുത്തൊരു പെൺകുട്ടി, അവൾ ഇവിടെയുണ്ട്. പിന്നെ അവളെ പറഞ്ഞു വിടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ രാജീവൻ ചാടി എഴുന്നേറ്റു. ദേ ബാലേന്ദ്ര, ഇത്ര സമയം മര്യാദയ്ക്ക് ഞങ്ങൾ സംസാരിച്ചേ, അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ. അപ്പോഴേക്കും കരയോഗം പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഇടപെടുവാണ്. ബാലേന്ദ്രൻ്റെ ഉപദേശം നേരെയാക്കാന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷേ ബാലേന്ദ്രൻ അതിനകത്തൊന്നും വീണില്ല. ബാലേന്ദ്രൻ്റെ സ്വഭാവമല്ലേ, സ്വന്തം വീട്ടിൽ കയറുന്ന വെല്ലുവിളിച്ച ബാലേന്ദ്രന് വിടാൻ പറ്റുമോ? ഒക്കത്തിനും ബാലേന്ദ്രന് നല്ല വിധം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെ നാവടപ്പിച്ചു. വൈജയന്തി ഓർത്തോണ്ടിരുന്ന തൻ്റെ ആംഗ്ലമാർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാലേന്ദ്രൻ നമ്മുടെ കടയിനകത്ത് കയറ്റുന്ന ബാലേന്ദ്രൻ പേടിച്ച് വിറച്ച് നിൽക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കാരണം ബാലേന്ദ്രന് മുന്നിൽ അവരൊക്കെ തോറ്റ് പിന്മാറുവാണ്. കിട്ടേണ്ടവർക്ക് നല്ല കണക്കിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.